പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പുകഴ്ത്തൽ എന്ന ഒരു വികാരം നമ്മളെല്ലാവരും പൊതുവിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടാറുണ്ട്. അത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും പൊതുപ്രവർത്തന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സുഖം എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു യോഗത്തിന് കോട്ടയത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ എൻ്റെ സുഹൃത്ത് ശ്രീമൻ മാണി എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നത് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥതയായിട്ട് ഞാൻ ശ്രീമൻ മാണിയോട് അത് മതി, ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും തുറന്നു പറയാമല്ലോ, നമ്മളെക്കുറിച്ച് ആളുകൾ നല്ല വാക്ക് പറയുമ്പോഴും നമ്മുടെ കോൺട്രിബ്യൂഷൻസിനെ ആളുകൾ പൂഴ്ത്തി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സുഖം കിട്ടാറുണ്ട്. അത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ എങ്ങനെ ആരും പൂഴ്ത്തി സംസാരിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വെച്ചപ്പോൾ എന്നെ പൂഴ്ത്തി ഞാൻ തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം പൂഴ്ത്തുന്നത്? നിങ്ങളെക്കുറിച്ച് നിങ്ങളല്ലല്ലോ, മറ്റുള്ളവരല്ലേ നിങ്ങളെ പൂഴ്ത്തി സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ഭാര്യയോട് പറയാറുണ്ട്, എന്നെ അങ്ങനെ പുറത്താരും പൂഴ്ത്തി സംസാരിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ പൂഴ്ത്തി സംസാരിക്കുന്നത്. എന്തായാലും അത് പുറമേ ഉള്ള കാര്യമല്ലോ, വീട്ടിനകത്തുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ആമുഖമായി ഞാൻ ഈ കാര്യം പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റർ ശ്രീമൻ ഷാജൻ സ്കറിയ നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ആമുഖമായി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനിടയായത്. അത് ഞാൻ പറയുന്നതിന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തലവാചകം ഇങ്ങനെയാണ്: ഇങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു, വേദിയിൽ കണ്ണ് നിറഞ്ഞ് മറുനാടൻ ഷാജൻ. ഇതാണ് ആ വീഡിയോയുടെ തമ്പ്. അപ്പോൾ ആ വീഡിയോയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് മറുനാടൻ ഷാജനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം ഒന്ന് പറഞ്ഞതിന് ശേഷം ഷാജൻ്റെ ഈ വീഡിയോയും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യത്തെക്കുറിച്ചിട്ടും ഞാൻ പറയാം. സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അൺഡൗട്ടഡായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു സംഭവമാണ് ഷാജൻ സ്കറിയ എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇതുപോലെ ഒരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനം ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ തന്നെ നടാടെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിലെ മാധ്യമരംഗത്തെ അടക്കി ഭരിക്കുന്നത് 2-3 മാധ്യമ കുത്തകകളാണ്. മലയാള മനോരമ, മാതൃഭൂമി. ഞാൻ ദേശാഭിമാനി അതിനകത്ത് പെടുത്തുന്നില്ല, കാരണം അത് എൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പെടുത്തുന്നില്ല. എന്തുകൊണ്ടാണ് പെടുത്താത്തതെന്നറിയാം. മാധ്യമം, അങ്ങനെ പല മാധ്യമ കുത്തകകൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ അധീശത്വത്തിലാണ് കേരളത്തിലെ മാധ്യമരംഗം നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷവും ചിത്രം ഒരൽപ്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇൻ ജനറൽ ഈ മാധ്യമ കുത്തകകളാണ് കേരളത്തിലെ മാധ്യമരംഗം പതിറ്റാണ്ടുകളായി ആ മാധ്യമരംഗത്ത് കുത്തക സ്ഥാപിച്ച് നിലനിന്ന് പോന്നിരുന്നത്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളുണ്ട്. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, റിപ്പോർട്ടർ, അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളുണ്ട്. ആ ദൃശ്യമാധ്യമങ്ങളുടെ മേഖല വേറൊരു മേഖലയാണ്. അവിടെ പതിറ്റാണ്ടുകളായി അപ്രമാദിത്വം സ്ഥാപിച്ച് നിൽക്കുന്ന ദൃശ്യമാധ്യമ ചാനൽ ഏഷ്യാനെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി കേരളത്തിൻ്റെ മാധ്യമരംഗത്തെ ഒരു വലിയ മാധ്യമ കുത്തകയായി ഷാജൻ സ്കറിയ വളർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ മേഖലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും മറ്റ് പത്രങ്ങളുടെയും ഒക്കെ
യൂട്യൂബ് ചാനലുകളെയൊക്കെ മൈലുകളോളം പുറകിലാക്കിക്കൊണ്ട് ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബുകളുടെ മേഖലയിൽ 1-ാം സ്ഥാനം നിലനിർത്തി പോവുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറയുന്നത് പതിറ്റാണ്ടുകളായി ആ രംഗത്ത് കുത്തക സ്ഥാപിച്ചു നിൽക്കുന്ന മാധ്യമങ്ങളാണ്. അവരുടെയൊക്കെ മുന്നിലേക്ക് ഷാജൻ സ്കറിയയെ പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ യൂട്യൂബ് ചാനൽ വന്ന് കയറുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഷാജൻ സ്കറിയയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ കഠിനാധ്വാനിയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം 6 മുതൽ 12 വരെ വീഡിയോകൾ അദ്ദേഹം ചെയ്യുന്നുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കും. ഏതാണ്ട് 100-ലധികം വീഡിയോകൾ കഴിഞ്ഞ ഒരു 10 ദിവസം ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 108-110ഓളം വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എനിക്കൊക്കെ ഒരു 4-5 വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ജോലിയാണ്. പക്ഷേ 12 വീഡിയോകൾ വരെ ഷാജൻ സ്കറിയ ഒരു ദിവസം ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. വലിയൊരു കഠിനാധ്വാനിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന രാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റാൽ വൈകിട്ട് എത്രയോ സമയത്താണ് അദ്ദേഹം ഉറങ്ങാൻ പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു കഠിനാധ്വാനിയാണ്. അതിൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമ രംഗത്ത്, യൂട്യൂബുകളുടെ രംഗത്ത് ഒരു വലിയ ആധിപത്യമായി ഷാജൻ സ്കറിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഷാജൻ സ്കറിയ, ആ ഷാജൻ സ്കറിയയ്ക്ക് ഒരു ചെറിയ അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. ഷാജൻ സ്കറിയയ്ക്ക് താനെന്തോ വലിയൊരു സംഭവമാണ് എന്ന് തോന്നിയിരിക്കുന്നു. താൻ കേരള മാധ്യമ രംഗത്തെന്തോ വലിയൊരു ചരിത്ര സംഭവമാണ് എന്ന് ഷാജൻ സ്കറിയയ്ക്ക് സ്വയമായിട്ടങ്ങ് തോന്നിയിരിക്കുന്നു. അമ്പട ഞാനേ എന്ന് ഷാജൻ സ്കറിയ സ്വകാര്യമായി പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി പരസ്യമായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതൊരല്പം അപകടമാണ് എന്ന് ഷാജൻ സ്കറിയയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുകയാണ്. മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹത്തായ ഒരു സംഭവമാണ്, എന്തോ ഒരു വലിയ പ്രതിഭാസമാണ് എന്ന് ഷാജൻ സ്കറിയയ്ക്ക് തന്നെ തോന്നിയിരിക്കുന്നു. ഷാജൻ സ്കറിയ മഹത്തായ സംഭവമാണെന്ന് എനിക്കും മറ്റുള്ളവർക്കും ജനങ്ങൾക്കുമാണ് തോന്നേണ്ടത്. പക്ഷേ ഷാജൻ സ്കറിയ ഒരു മഹാസംഭവമാണെന്നും എന്തൊക്കെയോ വലിയ ഒരാളാണ് താനെന്നൊക്കെ ഷാജൻ സ്കറിയയ്ക്ക് അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ അത് അപകടമാണ് എന്ന് ഷാജൻ സ്കറിയ മനസ്സിലാക്കണം. ചിലപ്പോൾ മൂക്ക് കുത്തി വീണാൽ മൂക്കിൽ നിന്ന് ചോര വരും എന്ന് ഷാജൻ സ്കറിയ മനസ്സിലാക്കും. ഷാജൻ സ്കറിയ കുറച്ചു കാലമായി തന്നെ മറുനാടൻ ഷാജൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ, മറുനാടൻ ഷാജൻ ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, മറുനാടൻ ഷാജൻ RSSൻ്റെ യോഗത്തിൽ ചെന്നപ്പോൾ അവിടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജനെ സ്വയമായി അങ്ങ് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നല്ലതല്ല എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് ഷാജനോട് പറയാനുള്ളത്. എൻ്റെ സുഹൃത്തും കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷാജൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഷാജൻ പറയുന്നു, ഞാൻ അങ്ങനെ എല്ലാ യോഗങ്ങൾക്കൊന്നും പോകാറില്ല. ഞാൻ രാവിലെ 3:30 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ ഒരു 30-40% പോലും എനിക്ക് നോക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ എല്ലാ യോഗങ്ങളിലൊന്നും പോകാറില്ല. ഞാൻ ഇടയ്ക്ക് വല്ല കപ്പ കൃഷി നടത്താനൊക്കെ ഒരല്പം പോകും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും എന്നെ സൂര്യ എന്ന് പറയുന്ന ആ സാംസ്കാരിക സംഘടന അവിടെ ഒരു പ്രഭാഷണം നടത്താൻ വിളിച്ചപ്പോൾ ഞാൻ പോയി. കാരണം അതൊരു വലിയ സംഭവമാണല്ലോ, സൂര്യയുടെ പ്രഭാഷണ പരമ്പര. അവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഷാജൻ പറയുകയാണ്, ഞാൻ അവിടെ പോയി ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ അവിടെ ഷാജൻ ചെന്ന് നടത്തിയ ആ പ്രഭാഷണത്തിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ഘട്ടത്തിൽ ഷാജൻ വികാരാധീനനായി. കുറച്ച് തുള്ളി കണ്ണുനീരുകൾ ഷാജൻ്റെ കണ്ണിൽ നിന്ന് വന്നു. അപ്പോൾ അതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഷാജൻ ചെയ്തിരിക്കുന്നു. ആ വീഡിയോയ്ക്ക് കൊടുത്ത തലവാചകമാണ്, ഇങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു. വേദിയിൽ കണ്ണു നിറഞ്ഞ മറുനാടൻ ഷാജൻ. ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. ഇത് അങ്ങേയറ്റം പിച്ചത്തരവും അങ്ങേയറ്റം അല്പത്തരവുമായി പോയി ഷാജൻ്റെ ഈ ഒരു പ്രകടനം. ഇങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഷാജനാണോ ഷാജനോട് ചോദിക്കേണ്ടത്? ആലോചിച്ച് നോക്ക്. ഷാജൻ ഇങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഞാനും മറ്റുള്ളവരുമല്ലേ ഷാജനോട് ചോദിക്കേണ്ടത്? ഷാജൻ സംസാരിക്കുമ്പോൾ ഷാജൻ വികാരാധീനനാവുന്നുണ്ടെങ്കിൽ ഷാജൻ വളരെ ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവരല്ലേ, ജനങ്ങളല്ലേ പറയേണ്ടത്? അല്ല ഷാജനോടാണോ ഷാജൻ എങ്ങനെയാണ് എന്ന് ചോദിക്കേണ്ടത്? എങ്ങനെയാവാൻ കഴിയുന്നു എന്ന് ഷാജനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു പിച്ചത്തരമാണ് ഷാജ. അപ്പോൾ ഷാജൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് അപകടമാണ്.
ഷാജൻ എന്തോ വലിയവനാണ് എന്ന് ഷാജന് തോന്നി തുടങ്ങുന്ന നിമിഷം മുതൽ ഷാജൻ്റെ താഴോട്ടുള്ള പോക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷാജൻ വേറൊരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. എന്താണ്? മാധ്യമങ്ങൾക്ക് മറുനാടൻ ഭയം, മാധ്യമങ്ങളെ മറുനാടൻ ഭയം വേട്ടയാടുമ്പോൾ ഷാജഹാൻ സക്കറിയ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ എന്തോ ഷാജൻ എന്തോ വലിയ സംഭവമാണ്, ഷാജനെതിരെ എല്ലാവരും ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, ഷാജൻ ഒരു മഹാപ്രതിഭാസമാണ്. ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ? ഷാജൻ ഇവിടെ മറ്റേ മുനമ്പത്തെങ്ങാണ്ട് പ്രസംഗിക്കാൻ പോയത്രേ. അപ്പോൾ അതിനെക്കുറിച്ച് ഏതൊരു പത്രത്തിൽ വാർത്ത വന്നപ്പോൾ വാർത്തകളിൽ ഷാജൻ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം പേരുകൾ കൃത്യമായി പറഞ്ഞപ്പോൾ ഷാജൻ്റെ പേര് മാത്രം ഷാജഹാൻ സക്കറിയ എന്നെങ്ങാണ്ട് മാറ്റി എഴുതി പോലും. ഉടനെ ഷാജൻ പറയുകയാണ് മാധ്യമങ്ങൾക്ക് മറുനാടൻ ഭയം. ഇതൊക്കെ വെറും പിച്ചത്തരാണ് ഷാജ, പറയാൻ നിവൃത്തിയില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഷാജനെ അങ്ങോട്ട് ഭയപ്പെട്ട് മാധ്യമങ്ങൾ നിൽക്കുകയാണെന്നൊക്കെ ഷാജൻ അങ്ങ് ധരിച്ച് വശാവരുത്. അതൊന്നും നല്ല ഒരു ലക്ഷണമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഷാജൻ ഈ അടുത്ത കാലത്ത് ചെയ്ത വേറെ പല വീഡിയോകളിലും ഒക്കെ തന്നെ ഈ കുഴപ്പങ്ങളുണ്ട്. അതായത് ADGPയുടെ അമ്മ ഹൃദയം പൊട്ടി മരിച്ചു, അജിത് കുമാറിനെ ആദ്യമായി കണ്ട് മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഷാജൻ കുറച്ചാൾ മുമ്പ് ചെയ്തിരുന്നു. പരിഹാസ്യമായി പോയി ആ വീഡിയോ. ഷാജൻ പറയുന്നത് ഞാൻ കൊല്ലത്തേക്കങ്ങ് പോവുകയായിരുന്നു, അപ്പോൾ ADGP അജിത് കുമാറിൻ്റെ അമ്മ മരിച്ചതായി ഞാൻ അറിഞ്ഞു. ഉടനെ തന്നെ ഞാൻ തിരിച്ചു വന്നു, അവിടെ പോയി ഞാൻ അജിത് കുമാറിനെ കണ്ടു. അജിത് കുമാറിൻ്റെ അമ്മ ഹൃദയം പൊട്ടി മരിച്ചു. 85 വയസ്സ് കണ്ടു കഴിഞ്ഞ ഒരു വനിതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർ അന്തരിച്ചു, അപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് ഷാജൻ പറയുന്നത്. അജിത് കുമാറിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മനംനൊന്ത് അദ്ദേഹത്തിൻ്റെ അമ്മ ഹൃദയം പൊട്ടി മരിച്ചു അത്രേ. ഇതൊരു പരിഹാസ്യമാണ് ഷാജൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾക്കെല്ലാം നല്ലപോലെ അറിയാം. അതിനെക്കുറിച്ച് ഷാജൻ എന്ത് എഴുതി വെച്ചാലും ജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാം. അജിത് കുമാർ എന്താണെന്നുള്ളത് ഷാജനെക്കുറിച്ചറിയാം. ഷാജൻ എന്നിട്ട് അതിനകത്ത് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്, ഞാൻ ഫോണിൽ പോലും ഇയാളെ വിളിച്ചിട്ടില്ല. അതൊന്നും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഷാജനെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ MR അജിത് കുമാർ വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. PV അൻവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും PV അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. ഷാജൻ സുപ്രീം കോടതി അഭിഭാഷകനെ കാണാൻ ഡൽഹിയിൽ ഇന്ന സമയത്ത് ചെല്ലും എന്ന് അജിത് കുമാറിനോട് അൻവർ പറഞ്ഞിരുന്നുവെന്നും, എന്നാൽ ഷാജൻ വന്നു പോയതിന് ശേഷമാണ് അജിത് കുമാറിൻ്റെ പോലീസ് അവിടെ ചെന്നിരുന്നത് എന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി ഷാജൻ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്നൊക്കെ പറഞ്ഞു വെക്കരുത്, ഇതൊക്കെ അപകടമാണ്. പിന്നെ ഷാജൻ പറയുകയാണ്, ഷാജൻ ഫോണിൽ പോലും അജിത് കുമാറിനെ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളല്ല. ഷാജനെ ജയിലിൽ പോകാതെ ചിറകിനടിയിൽ വെച്ച് സൂക്ഷിച്ച് രക്ഷപ്പെടുത്തിയതിൽ MR അജിത് കുമാറിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ വിശ്വാസം ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ബോധ്യമായിരിക്കാം. അതോടൊപ്പം തന്നെ ഷാജൻ്റെ വേറെ ചില വീഡിയോകളും എൻ്റെ ശ്രദ്ധപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഞാൻ പ്രത്യേകം മറുപടി തരുന്നുണ്ട്. തീർത്തും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ വീഡിയോകൾ ഷാജൻ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിന് ചിലതിനൊക്കെ ഞാൻ കാര്യകാരണ സഹിതം മറുപടി പറയുന്നുണ്ട്. അതിപ്പോൾ സിദ്ദീഖിൻ്റെ കാര്യമായിക്കോട്ടെ, ബാലേന്ദ്ര മേനോൻ്റെ കാര്യമായിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഷാജൻ എടുക്കുന്നത് ഏറ്റവും വൃത്തികെട്ട സ്ത്രീവിരുദ്ധ സമീപനങ്ങളാണ് എന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു. അത് പ്രത്യേകിച്ചൊരു വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഷാജൻ മഹത്തായ ഒരു സംഭവമായിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. താൻ മഹത്തായ ഒരു സംഭവമാണെന്നും താൻ മറുനാടൻ ഷാജനാണെന്നും ഷാജന് തോന്നുന്നതിലും വിരോധമൊന്നുമില്ല. അങ്ങനെ തോന്നാം, ഷാജന് തോന്നാം ഞാനൊരു വലിയ സംഭവമാണ്, ചിലപ്പോൾ ആയിരിക്കുകയും ചെയ്യാം. പക്ഷേ അത് ഷാജൻ അല്ല പറയേണ്ടത്. അങ്ങനെ പറയേണ്ടത് മറ്റുള്ളവരാണ്. ഞാനടങ്ങുന്ന പൊതുസമൂഹമാണ് ഷാജൻ വലിയ സംഭവമാണ് എന്ന് പറയേണ്ടത്. അതിനു പകരം നിർഭാഗ്യവശാൽ ഷാജൻ ഇവിടെ പറയുകയാണ്, ഇങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു? ഷാജനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാകാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു? ഇത് കഷ്ടം തന്നെ. വേദിയിൽ കണ്ണു നിറഞ്ഞ് മറുനാടൻ ഷാജൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഷാജൻ കേരളത്തിലെ മാധ്യമ രംഗത്തൊരു വലിയ സംഭവം തന്നെയാണ്. പക്ഷേ ഷാജൻ വലിയൊരു ഷാജനാണെന്ന് ഷാജന് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് അപകടമാണ് എന്ന് ഷാജൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. മൂക്കുകുത്തി വീണാൽ ചിലപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഷാജൻ മനസ്സിലാക്കണം. പിന്നെ ഷാജനെ കുറച്ചൊക്കെ പല്ലും നഖവും പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഷാജൻ രാവിലെ ചെയ്യുന്ന 10 വീഡിയോകളിൽ ഒരു 4-5 എണ്ണവും പിണറായി വിജയനെതിരായിട്ടായിരുന്നുവെങ്കിൽ
ഇപ്പോൾ പിണറായി വിജയനെതിരെ ചെയ്യുന്ന വീഡിയോകളുടെ എണ്ണം കുത്തനെ താഴോട്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നോക്കി. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഷാജൻ ഏതാണ്ട് ഒരു 100-ലധികം വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ളത് ഏതാണ്ട് ഒരു 10-15 എണ്ണം പരമാവധി നേരിട്ടുമല്ലാത്തുള്ളതും ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ പല്ലും നഖമൊക്കെ കുറഞ്ഞു പോയോ? ആ വീര്യവും ആ വീരശൂര പരാക്രമവും ഒക്കെ കുറഞ്ഞോ എന്നുള്ളൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. ചില പൊതു നിരീക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഷാജൻ വലിയൊരു ഷാജനാണെന്ന് പറയേണ്ടത് ഷാജനല്ല, അത് മറ്റുള്ളവരാണ്. അങ്ങനെ തോന്നിയാൽ തന്നെ ദയവ് ചെയ്ത് ഇനി ഷാജൻ ഇതുപോലെ പരിഹാസ്യമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത് പൊതുമണ്ഡലത്തിൽ ഷാജനുള്ള വിശ്വാസ്യത ടൺ കണക്കിന് കുറയ്ക്കും എന്നുള്ള കാര്യം ഷാജൻ ഒന്ന് ഓർത്താൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.